ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമാണ്. ഈ മൊബൈൽ വഴി നമുക്ക് ലോണുകൾ എടുക്കാൻ പറ്റും. അതിന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ലോൺ എടുത്തിട്ട് എൻ്റെ 2 സുഹൃത്തുക്കൾക്ക് പണി കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടോളൂ. അതായത് ആദ്യത്തെ എൻ്റെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ വഴി ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ലോൺ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ തീരുമാനിക്കും. അത് സ്വാഭാവികം. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ ആള് പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് പൈസ എടുത്തു. അതിനകത്ത് പെർമിഷൻസ് ചോദിക്കും. നമ്മുടെ ഫോണിലുള്ള ഡാറ്റാസൊക്കെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻസ് അവർ ചോദിക്കും. അത് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവരതൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ ചിലപ്പോൾ സമയത്ത് ഈ പൈസ എടുക്കാനുള്ള തന്ത്രപ്പാടിൽ അതൊന്നും അധികം വായിച്ച് നോക്കാണ്ട് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫുൾ ആക്സസ് കൊടുക്കും. സംഭവം ലോണിന് വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിൽ അപ്പോൾ പൈസ കിട്ടണം എന്നുള്ള ഒരേ ഒരു ചിന്തയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് പലരും ഇതിനകത്ത് പെട്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടുപോയതാണ് എൻ്റെ ഒരു സുഹൃത്ത്. അപ്പോൾ അങ്ങനെ പോയി അതിനകത്തുനിന്ന് ആക്സസ് ഒക്കെ കൊടുത്ത് ആൾ ലോൺ എടുത്തു. ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് നിബന്ധനകളൊന്നും വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് 4000 രൂപ ഇഷ്ടം കൂടി ലോൺ എടുത്തത്. 4000 രൂപ ലോൺ എടുത്തിട്ട് അവർ 2000 രൂപ പലിശ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പിടിച്ചിട്ട് 2000 രൂപയാണ് ഇയാൾക്ക് ഇട്ടുകൊടുത്തത്. ഇട്ടുകൊടുത്ത് 2000 രൂപ. അപ്പോൾ 2000 രൂപ പലിശ പിടിച്ചു കഴിഞ്ഞിട്ടോ. പിന്നെ ഒരു 10 ദിവസം 10-15 ദിവസം അതിനുള്ളിൽ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറഞ്ഞിട്ട് ഇവർ വിളിച്ചു. അതായത് 2000 എടുത്തല്ലോ, അപ്പോൾ ഇത്ര 4000 എടുത്തല്ലോ. അപ്പം 4000 പലിശയും കൂടി അടയ്ക്കാൻ പറഞ്ഞിട്ട് ഇവർ വിളിച്ചു. അപ്പോൾ കിട്ടിയത് 4000 രൂപ ലോൺ എടുത്തിട്ട് 2000 രൂപയാണ് ആൾക്ക് കിട്ടിയത് കേട്ടോ. അടയ്ക്കാൻ പറയുന്നത് 4000 രൂപയും അതിൻ്റെ പലിശയും കൂട്ടിട്ട് 5 എത്ര കണ്ട് അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അന്നേരം ഇവന് അത് സമ്മതിച്ചില്ല. എന്താ പറയണത്, ഇവന് ആ കൂടി കയ്യിലിട്ട് 2000 രൂപ. പിന്നെ ഇത്രയും ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഇത്രയും തുക വീണ്ടും അടയ്ക്കാൻ പറയാണ്. പലിശ നേരത്തെ എടുക്കുകയും ചെയ്തു. അപ്പം അടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നാലേക്ക് തുടങ്ങി ഭീഷണി. അതായത് ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസ്, അതായത് ഒരു ലേഡി ആയിരുന്നു കേട്ടോ. സുഹൃത്തൊരു ലേഡി ആയിരുന്നു. ലേഡീസ് മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അത് നിൻ്റെ ന്യൂഡ് ഫോട്ടോസ് ഞങ്ങൾ ഫേസ്ബുക്കിലിടും, നിൻ്റെ കോണ്ടാക്ട്സിലുള്ളവർക്ക് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രഷർ നൽകി. എന്നിട്ട് മിനിറ്റിന് ഫോണ് എന്താ പറയുക, വിളിക്കുക അങ്ങനെ ഒരു രീതിയിലായിരുന്നു അവർ. കാരണം ഫോട്ടോസിൻ്റെ ഇവളുടെ ഫോണിലുള്ള കോണ്ടാക്ട്സ് മുഴുവൻ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് അയക്കും, നിൻ്റെ ഭർത്താവിനെ അയക്കും, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണി. സഹി ഇട്ടിട്ട് ഇവൾക്ക് എന്താ വേറെ ഒന്നും വൃത്തിയൊന്നുമില്ല. ഇവരെന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഭയങ്കര ലൈഫ് പോയി. അപ്പം പേടിച്ചിട്ട് പൈസ അറേഞ്ച് ചെയ്തിട്ട് ഇവർ പറഞ്ഞ എമൗണ്ട് എത്ര കാണുമ്പോൾ ഈ 4000 പലിശയും കൂടി ചേർത്തിട്ട് അതടച്ചു. ആ ലോൺ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ ചതിക്കുഴികളാണ് നമ്മുടെ ഈ ലോൺ ആപ്പ് എന്ന് പറഞ്ഞ സംഭവങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്പ് തന്നെയാണ്. ക്യാഷ് ബഡി എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നി. നമ്മുടെ കൂട്ടുകാർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന്. നമ്മളുടെ സുഹൃത്തിനുണ്ടായ പോലെ അനുഭവം ഉണ്ടാവരുതല്ലോ എന്ന് വെച്ചിട്ട്. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു വേർഷൻ കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ കേട്ടോ. അതൊരു സുഹൃത്താണ്. അവൻ ഇതുപോലെ ഈ ഫേസ്ബുക്ക് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്കിനകത്ത് ഇതുപോലെ ഒരു ലോണിനെ കുറിച്ചിട്ട് വന്നു. അപ്പോൾ ഇവൻ ചാടിക്കയറി ആ ലോണൊക്കെ എടുത്തുട്ടാ. ലോണെടുത്ത് പൈസയൊക്കെ അയച്ചു കിട്ടി. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പൈസയും പലിശയും അടയ്ക്കാൻ വന്നു. അപ്പോൾ അതൊരു ഭീമമായ തുകയാണ് അടയ്ക്കാൻ വന്നത്. അതായത് ഇപ്പോൾ 5000 കൊണ്ട് എടുത്ത ഭീമമായ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അവിടുത്തെ എമൗണ്ടിൽ നിന്ന് 3 ഇരട്ടി. ഇപ്പോൾ 5000 എടുത്തിട്ട്
15 അത്ര കണ്ട് അടയ്ക്കാൻ പറഞ്ഞു എന്നോട്. അത്രയ്ക്കും അതും 1 മാസത്തിനുള്ളിൽ അങ്ങനെ എന്തൊരു ഗ്യാപ്പിലാണ്. അപ്പോൾ ഇപ്പം പറഞ്ഞു അത് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവന് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ള അവനായ കാരണം കുറച്ച് ചൂടായതിന് പിന്നാലെ ഇവൻ്റെ സുഹൃത്തുക്കൾക്ക് മുഴുവൻ ഇവൻ്റെ ഫോട്ടോ വെച്ചിട്ട് ന്യൂഡ് ഇതൊക്കെ ആയിട്ട് അവിടെ ഫുള്ള് പേർക്കങ്ങോട്ട് വിട്ടുകൊടുത്തു അവർ. അങ്ങനെ എല്ലാവരും വിളിച്ചു, എന്താണ് സംഭവം, ഇതൊക്കെ എന്തുവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിയൊക്കെ. അപ്പോൾ ഇവൻ പേടിച്ചെന്ന് പറഞ്ഞാൽ വിഷമമായില്ലേ. ഇപ്പോൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ എൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു ഇതായില്ലേ. അപ്പോൾ അതിൽ അവൻ പേടിച്ച് ആകെ അവനും ആ പൈസ അയച്ചു കൊടുത്തു, ലോൺ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ലോൺ ആപ്പുകളും പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഫേസ്ബുക്കിലേക്കൊക്കെ വരുന്നൊരു സംഭവങ്ങൾ അതിലൊന്നും കയറി പിന്നെ ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ടാ പറയണേ ഫോണിൽ ലോൺ എടുത്തിട്ട് നമ്മളും ഈ ഇങ്ങനെയുള്ള ചതിക്കുഴികളിലൊന്നും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക പരമാവധി. പല ഫേസ്ബുക്കുകളിലാണ് ഇങ്ങനെ എന്താ പറയണേ ഈ ബംഗാളികളുടെയും ഹിന്ദിക്കാരെയൊക്കെ കുറേ ലോണിൻ്റെ ആപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊന്നും എടുക്കാതിരിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ അഥവാ നമുക്ക് എല്ലാവർക്കും സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ആശ്രയിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ലോൺ എടുക്കാനായിട്ട്, അതായത് ലോൺ ആപ്പ് വഴി ഒരു ലോൺ എടുക്കാനായിട്ട് നോക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ലോൺ ആപ്പ് നമ്മളൊരു RBI രജിസ്ട്രേഡ് കമ്പനി ആണോ എന്ന് ശ്രദ്ധിക്കുക. അതൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് അതെങ്ങനെയെങ്കിലും അതിനെക്കുറിച്ചിട്ടൊന്ന് അറിയുക. പിന്നെ എന്താ പറയണ, അതിനെക്കുറിച്ചിട്ട് ആരെങ്കിലും റിവ്യൂ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പരിശോധിക്കുക കാര്യങ്ങൾ, അത് സുരക്ഷിതമാണോ. പിന്നെ നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ആപ്പുകളായിരിക്കും. അപ്പോൾ അതിലൊന്നും പോകാതിരിക്കുക. നമ്മുടെ ഫോണിലെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അതിനുള്ള റൈറ്റ്സ് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. അത് ഈ ലോൺ ആപ്പ് വഴിയൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോണ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി അഥവാ വല്ല ചതിക്കുഴികളിൽ വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താ പറയണേ, ഇപ്പോൾ ഒരു നമ്പർ ഉണ്ടോ, ആ നമ്പറിലോട്ട് നമ്മൾ വിളിച്ച് നമുക്ക് കാര്യങ്ങൾ പറയാം. നമ്മൾ ഇങ്ങനെയുള്ളൊരു ഇതിൽ പെട്ടുപോയി എന്നൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലെങ്കിലും പോയിട്ട് കാര്യം അവതരിപ്പിക്കുക. പക്ഷേ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും ഇപ്പോൾ എൻ്റെ വേറൊരു സുഹൃത്തിന് ഇതുപോലെ സംഭവം ഉണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ പറഞ്ഞത് ഇത് സ്ഥിരം ഇങ്ങനെ നടക്കുന്നതാണ് എന്നൊക്കെയാണ്, അല്ലാതെ ഇതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, ഒരു നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കാര്യങ്ങൾ പറയാനും അതിനുള്ള ഒരു സൊല്യൂഷൻസൊക്കെ അവർ തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ലോണൊക്കെ ആപ്ലിക്കേഷൻ വഴി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കണം എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി വ്ളോഗ് ചാനലാണ്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളും കൂടി അറിയണം എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ മറ്റേ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. നമ്മളെങ്ങാനും വല്ല ലോൺ ആപ്പ് വഴി വല്ല ചതിക്കുഴികളിൽ വീണ് ചെന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് രക്ഷ നേടാനായിട്ട് ഇപ്പോൾ ആ ഒരു നമ്പറുണ്ട്, ആ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ബൈ.